ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 56. ഈശോ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. എങ്ങും രാത്രിയുടെ നിശബ്ദത. തടാകം നക്ഷത്രങ്ങൾക്ക് കീഴെ ശാന്തമായി ഉറങ്ങുകയാണ്. ഈശോ കഫർനാമിലെ പത്രോസിൻ്റെ വീട്ടിൽ നിന്നിറങ്ങി കുറച്ചകലെയുള്ള ഒലിവ് തോട്ടത്തിലെത്തി. ഈശോ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നു. തീക്ഷ്ണതയോടുകൂടിയുള്ള പ്രാർത്ഥന. കുറേ നേരം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഈശോ എഴുന്നേറ്റ് നിന്നു. പ്രാർത്ഥനയിൽ നിന്ന് ശക്തി ലഭിച്ചതുപോലെ സൂര്യോദയം ആസന്നമാകുന്നു. ഉദയസൂര്യൻ്റെ കിരണങ്ങൾ ആ മുഖത്തെ കൂടുതൽ പ്രസന്നമാക്കുന്നു. ആ പ്രദേശം മുഴുവനെയും, ഉഷസ്സിനെയും ജലാശയത്തെയും എല്ലാറ്റിനെയും അനുഗ്രഹിക്കുന്നത് പോലെയുണ്ട് ഈശോയുടെ നിൽപ്പ്. പത്രോസ് ഈശോയെ അന്വേഷിച്ച് വരുന്നു. അങ്ങെന്താണ് ഇത്ര നേരത്തെ പുറത്തേക്ക് പോകുന്നത്? കിടക്ക അത്ര സുഖമുള്ളതായിരിക്കില്ല. പത്രോസേ, അങ്ങനെയല്ല. ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിക്കുക ഞാൻ കൂടെ കൂടെ ചെയ്യാറുള്ളതാണ്. എൻ്റെ ആത്മവീര്യം ഉണർത്തുന്നതിനും പിതാവുമായി ഐക്യം പ്രാപിക്കുന്നതിനും ഇതാവശ്യമാണ്. നാം എല്ലാം നേടുന്നത് പ്രാർത്ഥന വഴിയാണ്. നീതിയുടെ പാത വെടിയാതെ എല്ലാം സഹിക്കുവാനുള്ള ശക്തി പ്രാർത്ഥന നൽകുന്നു. അങ്ങ് പറയുന്നത് ശരിയാണ്, പക്ഷേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. അങ്ങ് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന മനോഹരമായ പദങ്ങൾ ഞങ്ങളുടെ നാവിൽ ഉദിക്കുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന വാക്കുകൾ കഴിയുന്നത്ര ഭംഗിയായി പറയുക. ഉപയോഗിക്കുന്ന വാക്കുകളല്ല, വാക്കുകളുടെ പിറകിലുള്ള ഹൃദയവികാരങ്ങളാണ് പ്രാർത്ഥനയെ സ്വീകാര്യമാക്കുന്നത്. അങ്ങ് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് മോഹമുണ്ട്. ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം. പ്രാർത്ഥന നിങ്ങളുടെ ചുണ്ടുകളിൽ അർത്ഥശൂന്യമാകാതിരിക്കാൻ ഹൃദയത്തിൽ കുറച്ചൊരു പരിശുദ്ധി വേണം. പ്രകാശവും വിവേകവും വേണം. അതുകൊണ്ടാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നത്. പിന്നീട് നിങ്ങളെ പരിശുദ്ധമായി ഈ പ്രാർത്ഥന പഠിപ്പിക്കും. എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? അങ്ങേ അന്വേഷിച്ച് കൊറാസീമിൽ നിന്നും, ബെത്സേദായിൽ നിന്നും, ടൈബേറിയസ്, ഗർഗേസ എന്നിവിടങ്ങളിൽ നിന്നും ആളുകൾ വന്നിരുന്നു. അടുത്ത സാബത്ത് ദിവസം വരാൻ പറഞ്ഞു. അങ്ങ് സാബത്ത് ദിവസമല്ലേ പ്രസംഗിക്കുക? ഇപ്പോൾ ആളുകൾക്ക് എന്നെ അറിയാം. ഇനി അങ്ങോട്ട് ദിവസവും ദൈവാനുഗ്രഹത്തിൻ്റെ പ്രവാഹം തന്നെ ഉണ്ടാകും. ഞാൻ സത്യമായി പറയുന്നു, മനുഷ്യപുത്രന് ആഹാരം കഴിക്കാൻ പോലും സമയം ലഭിക്കാത്ത കാലം വരുന്നു. മരച്ചില്ലയിലായിരുന്ന് ധാന്യങ്ങൾ കുറിക്കുന്ന കുരുവിയുടെ സമയം പോലും എനിക്ക് കിട്ടാതെ വരും. ലോകം മുഴുവൻ എൻ്റെ വാക്കുകൾ ശ്രവിക്കാൻ വന്നാൽ, അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് എൻ്റെ നെഞ്ചിൽ ചാരി വിലപിക്കാൻ തയ്യാറായാൽ, ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെ വ്യാധികൾ മാറ്റാൻ തയ്യാറായാൽ, പ്രസംഗിച്ചും പാപമോചനം നൽകിയും തളർന്നു വീണാൽ കൂടി ഞാൻ അത്യധികം സന്തോഷവാനായിരിക്കും. സ്വർഗം വിട്ടു പോകുന്നതിൽ എനിക്കൊരു വല്ലായ്മയും തോന്നിയില്ല. ഞാൻ കൊറേസീമിലും ബത്സേദയിലും അടുത്തുള്ള ഗ്രാമങ്ങളിലും ചെല്ലുമെന്ന് അവരോട് പോയി പറയൂ. ഞാൻ പോവുകയാണ്. നിങ്ങൾ കഫർനാമിൽ താമസിച്ച് ആളുകളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടും.